നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ നാളുകളായി കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്ന ലേബലിൽ ഒരു സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസര പ്രദേശത്ത് കറങ്ങി നടക്കുകയായിരുന്നു. ഒരുപാട് തവണ ആ സ്ത്രീ അവിടെ നിന്നും ക്ഷേത്രാചാരങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ സംഘപരിവാർ സംഘടനകളൊക്കെ ഇവരെ അംഗീകരിച്ചിരുന്നതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങളൊന്നും അന്നുണ്ടായില്ല. എന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തിരികൊടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായി. ക്ഷേത്രനടയിലെത്തി അവരുടെ പിറന്നാളിന് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം വിവാദമുണ്ടായത്. കേക്ക് മുറി കഴിഞ്ഞ് അവർ പിന്നീട് പറഞ്ഞത് അത് മുട്ട ഉപയോഗിക്കാത്ത കേക്കായിരുന്നു എന്നാണ്. മുട്ട ഉപയോഗിച്ചാലും മുട്ട ഉപയോഗിച്ചില്ലെങ്കിലും ക്ഷേത്രനടയിൽ കേക്ക് കട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്താൻ പാടില്ല എന്നുള്ളത് വിശ്വാസികൾക്ക് അറിയുന്ന കാര്യമാണ്. വിശ്വാസമുണ്ട് എന്ന മറവിൽ ചിത്രങ്ങൾ വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇത്രയും ധൈര്യത്തോടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കേക്ക് മുറിച്ചതോടുകൂടി കോടതിയിലേക്ക് കേസെത്തി. അവിടെ ഉത്സവങ്ങൾക്കും ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കല്യാണം നടക്കുമ്പോഴോ ആ കൺസേൺഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസും അതുപോലെ ഫോട്ടോസും മാത്രമേ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് എടുക്കാവൂ എന്ന് കോടതി വിധി വന്നു. ആ കോടതി വിധി വന്ന ശേഷം കുറെ നാൾ അനങ്ങാതെ അവരിയ്ക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും അവർ ക്ഷേത്രനടയിലേക്ക് എത്തിത്തുടങ്ങി. ഈ കോടതി വിധി വരുന്നതിന് മുമ്പും കോടതിയിൽ ഈ കേസ് നിൽക്കുമ്പോൾ പോലും അവർ പലതരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഹിന്ദുക്കളെ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്, എന്റെ കാല് വെട്ടുമോ കൈ വെട്ടുമോ എന്നൊക്കെ ഇവരോട് ആര് പറയുന്നു എന്ന് നമുക്കറിയില്ല. ഏതായാലും ഹിന്ദുക്കളാരും അവരുടെ കാല് വെട്ടും കൈ വെട്ടും എന്ന് പറഞ്ഞിട്ടില്ല. നിയമപരമായി കോടതിയിൽ പോയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസവും ഇവർ ഇതുപോലെ തന്നെ പലവിധ ബൈറ്റുകൾ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. കുറെ ദിവസം മിണ്ടാതിരുന്ന ഇവർ കഴിഞ്ഞ തിരുവോണ നാളിൽ ന്യൂസ് 18ന്റെ റിപ്പോർട്ടർ അനീഷ് കുമാർ എന്ന് പറയുന്ന ആളെയും വിളിച്ചുകൊണ്ട് ഗുരുവായൂരിലെ ക്ഷേത്രനടയിലെത്തി ആ നടപ്പന്തൽ വെച്ച് വീണ്ടും ഇതേപോലെ തന്നെ ആ നടപ്പന്തൽ കയറി നിന്നുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ അത് ന്യൂസ് 18 വഴി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒരിടക്കാലത്ത് ഇവർ വേറൊരു അഭ്യാസം നടത്തിയിരുന്നു. ഇവർ മതം ഉപേക്ഷിക്കുന്നു എന്ന ലേബലിൽ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് തട്ടം തലയിൽ നിന്ന് മാറ്റി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു ഇടപാടൊക്കെ നടത്തിയിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇവർക്കെതിരായി നിന്നിട്ടുള്ള ഒരു യൂട്യൂബറും മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന് അവർ തന്നെ പറയുന്ന, അല്ലെങ്കിൽ അവർ ടീച്ചർ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയും ഒക്കെ ഇവരുടെ ഭാഗം ചേർന്നതോടുകൂടി ഇവർക്ക് കുറച്ചുകൂടി, അവർ എന്തുകൊണ്ടാണ് ഇവരുടെ ഭാഗം ചേർന്നത് നമുക്കറിയില്ല. ഏതായാലും ഇവരെ കുറിച്ച് ഞങ്ങൾ ആരും പറഞ്ഞ ഒരു കാരണങ്ങളും ആ കാരണങ്ങൾ ഇല്ലാതായിട്ടില്ല. ആ കാരണങ്ങളെല്ലാം തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരെ കുറിച്ച് ആദ്യം മുതൽ നമ്മൾ പറഞ്ഞത് ഇവർ അനാവശ്യമായി പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ള കേസുകൾ നിരവധി വന്നു. അവസാനം പോലും ഈ കേസിൽ ഒരാൾക്കെതിരെ അവർ നൽകിയ പോക്സോ കോടതി, ഹൈക്കോടതി ആ FIR വരെ കോഷ് ചെയ്ത സംഭവം ഉണ്ടായിരിക്കുന്നു. അതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ന്യൂസ് 18, ബാക്കിയുള്ള മാധ്യമങ്ങൾ പൊക്കട്ടെ, മാധ്യമങ്ങൾ എന്ന് പറയാനേ കഴിയുകയുള്ളൂ. യൂട്യൂബർമാർ ഏതെങ്കിലും ഒരു യൂട്യൂബും തുറന്നു വെച്ചവർക്ക് മറ്റൊന്നും അറിയാത്തത് കൊണ്ട് മറ്റൊരു പണിയും അറിയില്ല. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഒരു വിവരവും ബോധവും ഇല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ആരുടെയെങ്കിലുമൊക്കെ പുറകെ നടന്ന് ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പുറകെ നടന്ന് അത്തരത്തിൽ വാർത്ത ശേഖരിച്ച് അവർ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ ന്യൂസ് 18 പോലൊരു മാധ്യമം എന്തുകൊണ്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. പ്രത്യേകിച്ച് ന്യൂസ് 18ന്റെ കോഴിക്കോട് റിപ്പോർട്ടർ MS അനീഷ് കുമാർ. എനിക്കറിയാം, ഞാൻ MS അനീഷ് കുമാറിനെ കുറിച്ച് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം MS അനീഷ് കുമാറിനെ എനിക്ക് വർഷങ്ങളെ അറിയുന്ന മാധ്യമ പ്രവർത്തകനാണ്. എന്റെ ജൂനിയറായി, എന്നെക്കാൾ കുറച്ച് പ്രായം കൂടുതലുണ്ട്, പക്ഷെ എന്റെ ജൂനിയറായി ജേർണലിസം പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ എനിക്ക് MS അനീഷ് കുമാറിനെ അറിയാം. MS അനീഷ് കുമാർ കൊള്ളാവുന്ന ഒരു ജേർണലിസ്റ്റ് ആണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് MS അനീഷ് കുമാർ ഈ സ്ത്രീയെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ വിഷയം ഉണ്ടായപ്പോൾ അവർ ആദ്യം ഇതേപോലെ തന്നെ ന്യൂസ് 18 ഒരു വാർത്ത ചെയ്ത സമയത്ത് MS അനീഷ് കുമാറിനെ ഞാൻ വിളിക്കുകയും വളരെ കൃത്യമായി എല്ലാ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും MS അനീഷ് കുമാറിന് ഈ വിവരങ്ങൾ കൈമാറാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ ഇത് വേണോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രേഖ തരൂ എന്ന് പോലും MS അനീഷ് കുമാർ എന്നോട് ചോദിക്കാതെ ആ വാർത്ത നൽകി. അതുകൂടാതെ ആ വാർത്ത നൽകി എന്നതിനപ്പുറത്തേക്ക്, വാർത്ത വന്നു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞു, അതിനപ്പുറത്തേക്ക് ഞാൻ വിളിച്ച കാര്യം 10 മിനിറ്റിനകം ഇവരെ അറിയിക്കുകയും ചെയ്തു. ഇവർക്ക് മാധ്യമ പ്രവർത്തകരുമായൊക്കെ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അത് എന്ത് തരത്തിലുള്ള ബന്ധമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അനീഷ് കുമാറിന് ഇവരെ ഉപേക്ഷിക്കാൻ കഴിയാത്ത എന്തോ ഒരു കാരണമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം വീണ്ടും ഇവർ തട്ടം ഉപേക്ഷിക്കുന്ന വാർത്തയും ആദ്യം വന്നത് MS അനീഷ് കുമാറിലൂടെയാണ്. അതിനുശേഷം ഇവർ പിന്നീട് ഗുരുവായൂരിൽ വീണ്ടും റീ എൻട്രി നടത്തിയതും ന്യൂസ് 18ന്റെ റിപ്പോർട്ടർ MS അനീഷ് കുമാർ വഴി തന്നെയാണ്. ഗുരുവായൂരിൽ കഴിഞ്ഞ ഓണത്തിന് ഇതുപോലെ തന്നെ നടപ്പന്തലിൽ നിന്നുകൊണ്ട് അവരുടെ ബൈറ്റ് എടുത്ത ന്യൂസ് 18 ആണ് ആദ്യം പൊതുജന സമക്ഷത്തേക്ക് എത്തിച്ചത്. എന്താണ് അതിന് പിന്നിലെ കാരണമെന്നറിയില്ല. ഏതായാലും ന്യൂസ് 18ന്റെ സൗത്ത് ഇന്ത്യൻ ഹെഡായ വിവേക് നാരായണനെ വരെ വിവരങ്ങൾ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ FIR സഹിതം അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആരാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കോഴിക്കോട് നിന്നും ന്യൂസ് 18 ചെയ്യുന്ന ഒരു
കാര്യം മാത്രമല്ല, കോഴിക്കോട് നിന്നും ഇവരുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള ഒരു യൂട്യൂബർ, അയാളെ ഇടയ്ക്കിടയ്ക്ക് സാമൂഹ്യ നിരീക്ഷകൻ എന്ന പേരിൽ ഇവർ ന്യൂസ് 18 അവതരിപ്പിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീയെ വീണ്ടും കെട്ടി എഴുന്നള്ളിപ്പിച്ച് ഗുരുവായൂരിലേക്ക് കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ ഭക്തിയാണ് ലക്ഷ്യമെങ്കിൽ ഇവർക്ക് ക്ഷേത്രത്തിൽ പോകണം, തൊഴണമെന്നാണെങ്കിൽ ഇവർ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുകയോ ഹൈന്ദവരുടെ വികാരങ്ങളെ വെല്ലുവിളിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതിനവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ അവിടെ നിന്ന് മറ്റേതെങ്കിലും സ്ത്രീകൾ റീൽസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ റീൽസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ലസിത പാലയ്ക്ക് അത്തരത്തിലൊരു റീൽസ്, അത്തരമൊരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ അതൊക്കെ എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. ലസിത പണ്ടെന്നോ എടുത്ത ഒരു വീഡിയോ അത് പിന്നീട് എപ്പോഴും ഇട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നവരെ ആദ്യത്തെ ഒരു കോടതി വിധി വന്നിട്ട് പോലും കോടതി വിധിക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കാരണം കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനുകളും ഈ സ്ത്രീയെ കുറിച്ച് പരാതി കൊടുത്താൽ അവിടെ പോലീസുകാർ പിന്നെ മിണ്ടില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് എനിക്കറിയില്ല. ഇവരുടെ പിന്നിൽ ചിലരുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ പലവട്ടം പറഞ്ഞിരുന്നു. എന്നെ വിളിച്ചത് ഒരു അധ്യാപകനാണെന്ന് അവകാശപ്പെടുന്ന മലപ്പുറത്തുള്ള ഒരാളായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവർക്കെതിരെ ഞാൻ ആദ്യം പ്രതികരണവുമായി രംഗത്ത് വന്നപ്പോൾ മലപ്പുറത്ത് നിന്നും ഒരാൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും ആ വാർത്ത പിൻവലിപ്പിക്കാനും ഒക്കെ നോക്കിയിരുന്നു. പിന്നീട് എന്റെ അടുത്ത കളി നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് അയാൾ അത് നിർത്തി എന്നിൽ നിന്ന് അങ്ങ് മാറി എന്നെ വലിയ ഉപദ്രവമില്ലാതെ അയാൾ പോയത്. പിന്നീട് ഇവർ ചെയ്ത മറ്റൊരു കാര്യം, ആരെങ്കിലും ഇവരെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചാൽ ഈ ലോകത്തില്ലാത്ത വൃത്തികെട്ട കഥകൾ അവരെ കുറിച്ച് പറയുകയാണ് ഇവരുടെ യഥാർത്ഥ പണി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇന്നൊരു ആരോപണം ഉന്നയിച്ചാൽ നാളെ അവർ എനിക്കെതിരെ, ഈ സാധാരണഗതിയിൽ നമുക്ക് മറുപടി പറയാവുന്നവരോട് മാത്രമല്ലേ നമുക്ക് മറുപടി പറയാൻ കഴിയും. ഇവരും ഇവരുടെ സഹോദരൻ അവകാശപ്പെടുന്ന, സഹോദരനാണോ എന്ന കാര്യത്തിൽ നമുക്കറിയില്ല. ഏതായാലും സഹോദരൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, സഹോദരനും സഹോദരിയും ചെയ്യുന്ന പ്രവൃത്തിയല്ല പൊതുജന സമൂഹത്തിൽ ഇവർ കാണിക്കുന്നത്. പിന്നെ അത് അവരുടെ കുടുംബ പാരമ്പര്യവും സംസ്കാരവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആയിരിക്കാം, ആങ്ങളെയും പെങ്ങളുമാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം അവരുടെ ആങ്ങള പെങ്ങളെ ബന്ധം. ഏതായാലും അതെങ്ങനെയെങ്കിലും ആകട്ടെ, നമ്മുടെ വിഷയമല്ല. പക്ഷേ രണ്ടുപേരും ചേർന്നിരുന്ന് കേരളത്തിലുള്ള ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും വൃത്തികെട്ട രീതിയിൽ അവരെ കുറിച്ച് ഏറ്റവും മോശമായി പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് എന്തും പറയാം, അത്രയ്ക്ക് ലോക്കലായ ഒരു സ്ത്രീയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റിയത് സംഘപരിവാറിനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ സംഘപരിവാറാണ് ഇവരെ ഇത്തരത്തിൽ വളർത്തിയെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയുമായി ബന്ധം സ്ഥാപിക്കുകയും കുമ്മനം രാജശേഖരനുമായി ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത് സുരേഷ് ഗോപി വഴി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നു. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ പോലും ഇന്റലിജൻസ് സംവിധാനങ്ങൾ പോലും നോക്കാതെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് കെട്ടി എഴുന്നള്ളിച്ച് ഇത്തരത്തിലുള്ള സ്ത്രീയെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. 14 വയസ്സ് മുതൽ ഇവർ നൽകിയ കേസുകളുടെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു, പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ് ഞാൻ പറയുന്നത്. ഏത് പ്രധാനമന്ത്രിക്കും ഏത് മുഖ്യമന്ത്രിക്കോ ഏത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ അത് ഹാജരാക്കാൻ ഞാൻ തീർച്ചയായും, നിങ്ങൾ പറഞ്ഞാൽ ഞാനത് ഹാജരാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഇവിടെ നോക്കൂ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യം ഇവർക്കെതിരെ കേസെടുക്കുമ്പോഴും ഗുരുവായൂരെ പോലീസുകാരൊക്കെ ഇവരുടെ സ്വന്തക്കാരാണ്. ഇവരെ വിളിച്ചു വരുത്തി ആരും അറിയാതെ ഒപ്പിടിപ്പിച്ച് പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത് കോടതി വിധി ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ തന്ത്രിയുടെ മനയിൽ ഏത് സമയത്തും കടന്നു ചെല്ലാവുന്ന ഒരു സ്ത്രീയാണിവർ. എന്താണ് ഇവരുടെ പ്രത്യേകത? എന്താണ് ഇവർക്ക് ഇങ്ങനെ പ്രാധാന്യം കിട്ടുന്നത്? ഇവർ ആരെയെങ്കിലും ഇത്തരത്തിൽ ഹണി ട്രാപ്പ് ചെയ്ത് പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? കേരളത്തിലെ പൊതുസമൂഹം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ബിന്ദു അമ്മിണിയും നമുക്കറിയാം, ബിന്ദു അമ്മിണിയും കനകദുർഗയും കേരളത്തിലെ പൊതുസമൂഹവും പ്രത്യേകിച്ച് സംഘപരിവാറുകാരും എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അതേ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ട സ്ത്രീയല്ലേ ഇവർ? ആലോചിച്ചു നോക്കൂ. ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു എന്നാണല്ലോ അവരുടെ കുറ്റം. അഹിന്ദുക്കൾ പ്രവേശിക്കാൻ സാധ്യതയില്ലാത്ത, പ്രവേശിക്കാൻ നിയമമില്ലാത്ത ഗുരുവായൂരിൽ വന്ന ആടിപ്പാടി അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ ലംഘിച്ച ഈ സ്ത്രീയോട് മാത്രമെന്നാണ് സംഘപരിവാർ ഇത്തരത്തിലുള്ള മൃദു സമീപനം എടുക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ തന്നെ വല്ലപ്പോഴും എന്ന് പറയും, സംഘപരിവാറുകാരെല്ലാം എന്റെ കൂടെയാണ്. ഏത് സംഘപരിവാറുകാരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? നിങ്ങളെ ആരെങ്കിലും ഇപ്പോൾ അടുപ്പിക്കുന്നുണ്ടോ? അവർ വന്ന് പറയുന്നതാണ്, സംഘപരിവാർ എന്ന് അവകാശപ്പെടുന്ന ചില സ്ത്രീകളാണ്. ഞങ്ങളാരും സംഘപരിവാർ എന്ന് അവകാശപ്പെട്ടിട്ടല്ല നിങ്ങളെ എതിർക്കാൻ വന്നത്. നിങ്ങൾക്കെതിരെ ഞാൻ അതിലെ വിശ്വാസി എന്ന രീതിയിലാണ്, ഗുരുവായൂരപ്പന്റെ ഏറ്റവും അടുത്തൊരു വിശ്വാസി എന്ന രീതിയിൽ എന്റെ ക്ഷേത്രാചാരങ്ങളെ ലംഘിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ ലംഘിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ആചാരങ്ങളോട് വലിയ രീതിയിൽ വൃത്തികേട് കാണിക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിലാണ് നിങ്ങളെ നേരിടാൻ ഞാൻ വന്നത്. മറിച്ച് നിങ്ങളോട് മറ്റൊരു തരത്തിലുള്ള വ്യക്തിപരമായ വിരോധമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഇത് പറയുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ ആങ്ങളെ എന്ന് പറയുന്ന ഒരുത്തരം വിളിച്ചുകൊണ്ട് വന്നിരുന്ന് തോന്നിവാസം പറയും. എനിക്കത് വിഷയമല്ല. ഇവർ പറഞ്ഞതാണ്, ഇവരെ പീഡിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ഇവർ പറയുന്ന ഒരാളുണ്ട്, അയാളും ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വരെ ഇവർ തരത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഒരു പോലീസ് കേസ് കൊടുത്താൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കില്ല. കാരണം ഇവരുടെ കൂടെയുള്ളത് CPM-മായി അടുത്ത ബന്ധമുള്ള, പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന ചിലരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഈ സ്ത്രീയുടെ മുന്നിൽ മുട്ടുമടക്കുന്നത്. പിന്നെ പല പോലീസ് സ്റ്റേഷനിലും വിളിക്കുമ്പോൾ പറയും അവരെ ഡീൽ ചെയ്യാൻ കഴിയില്ല, കാരണം പോലീസ് സ്റ്റേഷനിൽ വന്ന് കടന്ന് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണോ അവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്, അത്തരത്തിൽ ആ ചന്തയിൽ എന്താണ് നടക്കുന്നത്, അത്തരത്തിലുള്ള തെറിവിളികളും ബഹളങ്ങളും ഒക്കെ നടക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഇവർ നടത്തുന്നത് എന്നാണ് അവിടെ പോലീസുകാരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർക്ക് പേടിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോലീസുകാർ നാളെ പീഡിപ്പിച്ചു എന്ന് പറയാൻ പോലും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ബിന്ദു അമ്മിണിക്കോ കനകദുർഗയ്ക്കോ കിട്ടാത്ത ഏതൊക്കെയോ പരിഗണനകൾ ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ്, ഏത് BJP നേതാവുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇവരുടെ പിന്നിലുള്ള BJP സംഘപരിവാർ നേതാക്കൾ ആരാണ് എന്ന് സമൂഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു.